നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കിച്ചു സുധി. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ചില തടിയും പുട്ടോ അങ്ങനെയുള്ള ചാനലുകളൊക്കെ ഇപ്പോൾ കിച്ചുവിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. കാരണം കിച്ചുവിനെ ഒരു മകനായിട്ട് കാണുക, അതായത് കിച്ചുവിനൊരു അമ്മയെ കൂടെ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇപ്പോൾ എത്രയായാലും പത്തമ്മ ചമഞ്ഞെന്നാലും പെറ്റമ്മയാകത്തില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള രേണുസുധിയുടെ പോലെ ആകത്തില്ല. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇവരൊക്കെ ഇവൻ്റെ പിന്നാലെ പുറകെ കൂടിയിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ അറിയാനാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ വെളുപ്പിക്കാനാണല്ലോ ഇവർ വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പം ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ ഞെട്ടും. കിച്ചുവിനെ പറ്റി ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലസുധി മരിക്കുന്നതിന് മുൻപ് ഈ കൊല്ലസുധിനെ ഇവൻ വളരെ ക്രൂരമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്, ചവിട്ടിയിട്ടുണ്ട്, കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചുവിനെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾ പിന്നെ ഒന്ന് ആലോചിച്ചതിന് ശേഷം ഈ കിച്ചുവിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക. മനസ്സിലായല്ലോ? ഇത് വേറൊരു ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ന്യൂസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക. നോക്കൂല, കുച്ചു കണ്ടന്റിന് വേണ്ടി മാത്രമാണ് വ്രതപ്പനെ എടുത്തോണ്ട് പോകുന്നത്. അപ്പം ആ അമ്മ പൂർവാധിക ശക്തികൾ ഇപ്പൊ രേണു വയ്യാതെ കിടക്കുമ്പോ പോലും ആ രേണുവിന്റെ ചേച്ചിയുടെ 2 മക്കളും ആ അമ്മയും അച്ഛനും ഒക്കെയാണ് ആ കൊച്ചിനെ പൊന്നുപോലെ നോക്കുന്നത്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും രേണുവിന്റെ കൊച്ചായതുകൊണ്ട് ആ കുഞ്ഞിനെ അവര് നോക്കും. കുച്ചു കണ്ടന്റ് വ്ളോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ കുച്ചു വന്ന് എടുത്തോണ്ട് പോകും. പിന്നെ ഈ അച്ഛന്റെ പേരിൽ ഇപ്പൊ വീടിന്റെ പേരും പറഞ്ഞ് കുറെ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ആ വീടിനെ കുറിച്ചുള്ള ഈ വിവാദങ്ങളില് പാവം ഫാദറിനെ ഈ സ്ത്രീ പെടുത്തുന്നതാണ്, ബിഷപ്പിനെ ഈ സ്ത്രീ പെടുത്തുന്നതാണ്. കാര്യം ബിഷപ്പ് ചെയ്യാനുള്ളതെല്ലാം ആ വീട്ടിൽ ചെയ്തു. ഇനി ആ വീട്ടിലെ എന്തോ ഒരു കാര്യം, എന്താ കരമടച്ച രസീതൊക്കെ ഉണ്ട്. വീട്ടു നമ്പറിന് ആ മൂത്ത കുച്ചു വന്ന് ഒപ്പിട്ട് കൊടുക്കണം. കാരണം ഋതപ്പൻ രേണു ഒപ്പിട്ടാൽ മതി. ഋതപ്പൻ മൈനറാണ്, രേണുവിന്റെ സൈൻ മതി. 6 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ കുച്ചു വരണം. കുച്ചുവിന് 20 വയസ്സായി, 20-21 വയസ്സായി. കുച്ചു വന്ന് ഒപ്പിട്ട് കൊടുത്തത്. കുച്ചു മനഃപൂർവ്വം ഷെഫീന വരാതെ കുച്ചുവിനെ തടഞ്ഞു വെച്ചേക്കണം. കാരണം കുച്ചു അച്ഛനെ ചവിട്ടിയതും അച്ഛന്റെ കൊങ്ങയ്ക്ക് പിടിച്ചതും കഞ്ചാവിന് വേണ്ടി കൊല്ലം സുധിയെ കുച്ചു ഉപദ്രവിച്ചതും എല്ലാം ഷെഫീനക്കറിയാം. ഷെഫീന ആ പരിസരത്ത് പോയി ന്യൂസ് എടുത്ത്, ആ പരിസരത്തുള്ള എല്ലാ ആൾക്കാരടുത്തും പോയിട്ട് കുച്ചുവിനെ കുറിച്ചുള്ള ന്യൂസ് എടുത്ത്, കൊല്ലം സുധിയെ കുച്ചു ആക്രമിച്ചതും അച്ഛന്റെ ഫോട്ടോ കയ്യിൽ ടാറ്റു അടിച്ചെന്നും പറഞ്ഞ സ്നേഹം ആവൂലടാ കോപ്പേ. മനസ്സിലായില്ലേ? സ്നേഹം ആവൂല. നീ നിന്റെ അച്ഛനെ ചവിട്ടിയതും ഞെക്കി പിടിച്ചതും എല്ലാം ഷെഫീന ബീവിക്ക് അറിയാം. അതുകൊണ്ടല്ലേ നീ അവളെ പേടിച്ച് അവളെ പാവാടയ്ക്ക് എടി കയറിയിരിക്കുന്നത്? കുച്ചു ആണോ അല്ലേ? അപ്പൊ ഈ കുച്ചു മനഃപൂർവ്വം വന്ന് ഒപ്പിട്ട് കൊടുക്കുന്നതാണ് വീട്ടു നമ്പർ കിട്ടാൻ. അത് ഫാദറിന്റെ കുറ്റമല്ല. അതല്ലോ, ഇതാണ് ആ വീഡിയോ. അപ്പം ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. അതായത് ഈ ആക്രമണം നടത്തിയതിന് ശേഷം നാട്ടുകാരും പിന്നെ വീട്ടുകാരും അയൽവാസികളും എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് പോലീസുകാർ വരുന്നു. പോലീസുകാർ വന്നപ്പം ഇവൻ ഇറങ്ങി ഓടുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവനെ കൊണ്ടുപോയതിൻ്റെ ശേഷം അവിടുന്ന് ഇവനെ വിട്ട് കിട്ടാൻ പോലീസുകാരുടെ മുന്നിൽ ഈ കൊല്ലസുധിയും രേണുസുധിയും വളരെ കൈയും കാലും പിടിച്ചതിന് ശേഷമാണ് പോലീസുകാർ വിട്ടതെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുറകിൽ വേറെ കളികളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചു ഇപ്പോൾ ആൾക്കാരൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചുവിനെ മാന്നാനത്ത് വെച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ശേഷം പോലീസ് പിടിച്ചു. ആ പോലീസ് പിടിച്ചതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഇറക്കി കിട്ടിയിട്ടില്ല, അത് കിച്ചു പോയി എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇതിനെപ്പറ്റി ബിഷപ്പ് പറഞ്ഞപ്പോൾ ബിഷപ്പിനോട് ചോദിച്ചു, ഇതാണോ അച്ഛൻ വലിയ ആരൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത്? അപ്പോൾ അച്ഛന് അന്നും പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നാണിത്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊതിച്ച് വരുന്നേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ സ്വന്തം മകനായിട്ട് കാണുന്ന ഈ തടിയും പുട്ടും ചാനൽ, അവർ അന്ന് തന്നെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് എല്ലാവരോടും ഈ രേണുസുധിയോടൊക്കെ പിന്നെ പെരുമാറിക്കൊണ്ടിരുന്നത്. ബിഷപ്പിനോടൊക്കെ അവർക്കിപ്പോഴും കിച്ചുവിനോടാണ് കൂറ്. അപ്പോൾ പൊന്നു പോകാനെ കിച്ചു ഒരു കാര്യം ആലോചിച്ചു, നീ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് നിനക്ക്
ഈ പിന്നെ അനുഭവത്തിൽ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറൊരു വർത്തമാനം കൂടി ഞാൻ കേട്ടു, ഈ കൊല്ലം സുധി മരിക്കുന്നത് വരെ സുധി ഈ കിച്ചുവിനോട് മിണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാകുമല്ലോ. ആ പാവം മനുഷ്യനെ പിടിച്ച് നാണമില്ലടാ നിനക്ക്, സ്വന്തം അച്ഛനല്ലേ ആ സാധുവിനെ പിടിച്ചൊക്കെ ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. ഇത് വെറുതെ ഒന്നും ഒരാളും ഉണ്ടാക്കി പറയത്തില്ല. ഇതൊക്കെ കറക്റ്റായിട്ട് പ്രൂഫ് കിട്ടിയതിന് ശേഷം ഈ ചാനലുകാർ ഇവിടെ വന്ന് പറയത്തുള്ളൂ, മനസ്സിലായില്ലേ? അല്ലാതെ ഒന്നും ആരും ഒന്നും പറയത്തില്ല. അപ്പം ഇന്നിപ്പോൾ വേറൊരു ചാനൽ, ആ ചാനൽ സ്ഥിരം ഞാൻ കാണുന്നതാണ്, കിച്ചുവിനെ മനഃപൂർവ്വം വെള്ള പൂശിക്കല്ല, കൊച്ചിന് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, പിന്നെ കരി വാരി തേക്കുകയാണ്. കരി വാരി തേച്ചിട്ട് കിച്ചുവിനെ ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇവിടെ ആരെ പറ്റിയും വ്യക്തമായിട്ട് കാര്യമില്ലാതൊന്നും എവിഡൻസ് ഇല്ലാതെ കാര്യം പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബിഷപ്പിനെ കരിവാരി തേക്കുവാണല്ലോ. ബിഷപ്പിനെ ഇത്ര ദിവസം നിങ്ങൾ തേജോവധം ചെയ്യായിരുന്നു, ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ. ബിഷപ്പിനെ ചാട്ട കൊണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞ സായി കൃഷ്ണനൊക്കെ ഈ ബിഷപ്പിനെ തേജോവധം ചെയ്യായിരുന്നു, മനസ്സിലായില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ കിച്ചുവിനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊള്ളുന്നത്? ഞാൻ ഈ ബഹുമാനപ്പെട്ട എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോടും യൂട്യൂബേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഈ മാസം 8-ാം തീയതി, ജൂലൈ 8-ാം തീയതി വരെ ഉച്ചയ്ക്ക് 12:30-1 മണി വരെ ഞാൻ കിച്ചുവിൻ്റെ ഒപ്പമായിരുന്നു. അതിനുശേഷം 1 മണിക്ക് ശേഷം ചില ന്യൂസുകളിലൊക്കെ, ചില യൂട്യൂബ് ചാനലിലൊക്കെ വന്ന ചില ന്യൂസുകൾ കണ്ടപ്പം എനിക്ക് കിച്ചുവിനോട് അക്ഷരാർത്ഥത്തിൽ വെറുപ്പ് തന്നെ തോന്നി. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ അങ്ങനെ നിൽക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ ഈ കൊല്ലം സുധീനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയും കൂടി വന്നപ്പം ഏകദേശമൊക്കെ കറക്റ്റായി. അനീഷ് ബ്രോ പറഞ്ഞതൊക്കെ സംഭവം ശരിയാണ്. അപ്പോൾ അനീഷ് ബ്രോ അല്ല, പല ബ്രോയുടെയും വായിന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഫാമിലി ബ്ലോഗറിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്, മനസ്സിലായില്ലേ? അപ്പം പിന്നെ ഇപ്പോൾ ഈ രേണുസുധീനെയും അച്ഛനെയും തെറി പറയുന്ന ആൾക്കാർ, ബിഷപ്പിനെയൊക്കെ തെറി പറയുന്ന ആൾക്കാർ ഒരു കാര്യം വിചാരിച്ചു, നിങ്ങൾക്ക് 8-ൻ്റെ പണി കിട്ടാൻ പോകുന്നുള്ളൂ. ഇപ്പം ബിഷപ്പും രേണുസുധിയുടെ അച്ഛനും കൂടി കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തു. നെക്സോവിൻ എന്ന് പറയുന്നൊരു ബ്ലോഗറുണ്ട്, 16-17 വയസ്സുള്ള ആ ചെറുക്കന്. അവൻ കടന്ന് ചിലയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ വലിയ ആളാന്നുള്ള മറ്റേ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അവൻ പറയുന്നത്. കാരണം അവൻ്റെ പ്രായത്തിന് അനുസരിച്ചുള്ള ഒരു വർത്തമാനമൊന്നും അല്ല അവൻ പറയുന്നത്. എന്തായാലും അത് പാളി. അച്ഛനും പിന്നെ ഈ രേണുസുധിയുടെ അച്ഛനും കൂടി കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു. ഇവരെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് കാര്യങ്ങൾ തിരക്കി പോലീസുകാർ. തിരക്കിയതിന് ശേഷം ഇവനോട് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തോളാം, എന്നിട്ട് ഇനി മേലാൽ നീ ഇതേപോലുള്ള വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് പിന്നെ ഇവനെ വിട്ടത്. അങ്ങനെ എഴുതി അവിടെ ഒപ്പിടിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാനിനി ഒരു വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ പോലീസുകാർ, നീ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതോ വിഷയമല്ല, വീഡിയോ ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ വിഷയമല്ല, പക്ഷേ ഈ അച്ഛനെയും ഈ രേണുസുധിനെയും ഈ തങ്കച്ചനെയൊക്കെ പറ്റിയിട്ട് പറയുമ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ, മനസ്സിലായല്ലോ? അപ്പോൾ ഇനി മുതൽ അപ്പോൾ ഇവനെക്കൂടെ 1-2 വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പോലീസുകാർ തന്നെ, അവിടുന്ന് തന്നെ. അപ്പോൾ അത് 2 ദിവസമായിട്ട് ഇപ്പോൾ കാണുന്നില്ല. ഇപ്പം വേറൊരു വിഷയം പൊക്കി പിടിച്ചുകൊണ്ട് ഇവനെ ഇറങ്ങിക്കുക. ഏതൊരു ബസ്സിൻ്റെ കണ്ടക്ടർ രഞ്ജിത്തോ ഇടുക്കിയിലോ പെരിയറോ അവിടെ മരിച്ചു. അപ്പോൾ അത് ഇപ്പോൾ ആ വിഷയമാണ് ഇപ്പം ഇവനൊരു ചർച്ചാ വിഷയമായിട്ട് കൊണ്ടു നടക്കുന്നത്. അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ, അത് വിഷയമില്ല. പക്ഷേ ഇനിയെങ്കിലും ബിഷപ്പിനെ തേജോവധം ചെയ്യാതിരിക്കുക, മനസ്സിലായല്ലോ? അതുപോലെ തന്നെ രേണുസുധിയുടെ കാര്യം ആലോചിക്കുക. ആ സ്ത്രീ ഇപ്പോൾ ഒരു സുഖമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണല്ലോ. എന്നിട്ടാണ് അവരെ കുത്തി നോവിക്കുന്നത്. നിനക്ക് കിച്ചനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ നീ കിച്ചനെ സപ്പോർട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിനി അവനെ സപ്പോർട്ട് ചെയ്യാൻ ഉടനെ പോകുന്നില്ല. ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പല യൂട്യൂബുകാരും ചാനലുകാരും വെളിച്ചത് കൊണ്ടുവരണം, മനസ്സിലായല്ലോ? ഇപ്പോൾ ഞാനിത് NR റോസ്റ്റ് എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് കിട്ടിയാണ് എനിക്ക് ഈ വാർത്ത. കാരണം അവരുടെ ചാനലുകളൊക്കെ ഞാൻ ഇടയിൽ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്താണ് അവരുടെ ചാനൽ പിന്നെ ഞാൻ ഒരുപാട് കാണാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയങ്ങൾ പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം കാണാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകാർ രംഗത്ത് വരട്ടെ. എനിക്ക് ആ ചാനലിലോട് ഞാൻ അവർക്കൊരു ബിഗ് സൈലോട്ട് കൊടുക്കുകയാണ്. ഇത് പല ചാനലിലും വന്നതാണ് ഇപ്പോൾ ഈ NR റോസ്റ്റിൻ്റെ ഈ വീഡിയോ. അപ്പോൾ ഈ തടിയും പൂട്ടിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകനായിട്ട് സ്വീകരിക്കുന്നത് നല്ലതാണ്, പക്ഷേ ആലോചിച്ച് സ്വീകരിക്കുക. എന്തൊക്കെയാണ് ട്രെയിനിൽ കയറ്റി കിച്ചനെ കടത്തുന്നു, തലോടുന്നു, വേറെ എവിടെയും കാണാത്ത ഒരു പരിപാടികളൊക്കെ ചെയ്യുന്നത്, മറ്റുള്ളവർ കാണിക്കാനായിട്ട് മാത്രം. കിച്ചു ഇനിയിപ്പോൾ ഞാൻ കിച്ചുവിനോട് എനിക്ക് കാര്യം പറയാനുള്ളത്, നീ കൊല്ലം സുധീനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നീ ശരിക്കും അനുഭവിക്കും മോനെ. അനുഭവിക്കാതൊന്നും പോകത്തില്ല. സാധു മനുഷ്യൻ, ആ മനുഷ്യനൊരു മനുഷ്യനോട്
പിന്നെ ഒന്നും ചെയ്യാത്ത മനുഷ്യനാണ്. ഇപ്പം നാളെ കൊല്ലസൂതിയുടെ പേരിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഈ പറയുന്ന ചാനലുകാരെല്ലാം ഇറങ്ങും. അവൻ അങ്ങനായിരുന്നു, ഇവനിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അവനായിരുന്നു, അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു. ശരിയെന്നാ നിൻ്റെ ഈ പിന്നെ ഒരു ചപ്പിയായ ബീവോ ആരുടെ അവരുടെ പിന്നെ ചാനലുണ്ട് നിൻ്റെ എല്ലാ വീഡിയോസും ഡീറ്റെയിൽസുകളും. അതുകൊണ്ട് തന്നെ നീ ചപ്പിനെ ചപ്പി സപ്പോർട്ട് ചെയ്യാനേ നിനക്ക് പറ്റുള്ളൂ കൊച്ചു. എന്തായാലും നിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ അടുത്തുണ്ട്. അപ്പം നിന്നെപ്പറ്റി അവർ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പം കിട്ടിയ ന്യൂസുകളൊക്കെ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ ഇനി ശ്രദ്ധിക്കുക. നീ അതിൻ്റെ ഇടയ്ക്ക് റീൽസ് കാണിക്കുകയോ വീഡിയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ എന്താ തടിയും പുട്ടും ചാനലുമായിട്ട്. അതൊക്കെ നിൻ്റെ ഇഷ്ടം. നീ ചെയ്തോ ചെയ്യാതിരിക്കുകയോ നിൻ്റെ ഇഷ്ടം. നീ ബിഗ് ബോസിൽ പോവോ പോകാതിരിക്കുക, അതൊക്കെ നിൻ്റെ ഇഷ്ടം. അപ്പോൾ ഇനി മേലാൽ ആലോചിച്ചിട്ടൊക്കെ വർത്തമാനം പറയുക ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ഇനി തെളിഞ്ഞ് വരത്തേ ഉള്ളൂ. അപ്പം ഈ അച്ഛനെയൊക്കെ ഈ ബിഷപ്പിനെ വാരി അടക്കിയ കുറേ സ്ത്രീകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളൂ, ശ്രദ്ധിച്ച് സംസാരിക്കുക, സൂക്ഷിക്കുക. പിന്നെ അച്ഛനും പിന്നെ ഈ രേണുസുതിയുടെ അച്ഛനൊക്കെ കൊണ്ടുപോയി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തത് നിങ്ങളുടെ ചാനൽ തന്നെ ചിലപ്പോൾ പൂട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തൊപ്പി എന്ന് പറയുന്ന ഒരു മഹാ അലവരാതി ഉണ്ടായിരുന്നു, അവൻ്റെ ചാനൽ പൂട്ടി. അവൻ അതുപോലുള്ള വൃത്തികേടുകളൊക്കെയാണ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഇടവരുത്തരുത്. ശരി എന്നാൽ നിർത്തുന്നു. ബൈ.